നിങ്ങളൊരു സ്കൂട്ടർ മേടിക്കാൻ പ്ലാൻ ഇടുമ്പോൾ നിങ്ങളുടെ തലയ്ക്കകത്ത് ലവ് ബേഡ്സിൻ്റെ കൂട് പോലെയാണ്. ഏത് വേണം, എങ്ങനെ വേണം, ഒരു തരത്തിലൊരു തീരുമാനം എടുക്കാൻ പറ്റത്തില്ല. ഈ വീഡിയോ കണ്ടാലും അതുകൊണ്ട് നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാനൊന്നും പറ്റത്തില്ല. പക്ഷേ ഞാൻ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുണ്ടോ ഇല്ലയോ നിങ്ങൾ ഉറപ്പായിട്ടും തീരുമാനിക്കുക. നമ്മുടെ മാർക്കറ്റിൽ ഒരുപാട് പെട്രോൾ സ്കൂട്ടർ ഒരുപാട് കമ്പനി ഇറക്കുന്നുണ്ട്. ഏത് വേണം, എങ്ങനെ വേണം, നമ്മൾ ഒരുപാട് തലമരപ്പിക്കുന്ന കാര്യമാണ്. ഞാൻ പറഞ്ഞ പോലെ ഇത് അതിനുള്ളൊരു ഉത്തരവല്ല. എന്നാൽ പോലും നിങ്ങളൊരു സ്കൂട്ടർ തപ്പുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കണം. നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ജൂപ്പിറ്റർ ഒരു വണ്ടിയാണ്. ഈ വണ്ടിയുടെ പ്രത്യേകത എനിക്ക് കണ്ട ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഈ നമ്മുടെ വീഡിയോ ഒരു ഫുൾ സൊല്യൂഷനാണ്. ഇതേപോലെ വണ്ടി ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ ഇന്ന് കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞ പോലെ നമ്മുടെ ഓരോ വീഡിയോയും കാണുന്ന ആൾക്കാർ കൂടുതലും ശ്രമിക്കുന്നത് ഇത് മേടിക്കാൻ ആഗ്രഹമുള്ളവരും അല്ല ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നവരും ഒക്കെ ആയിരിക്കും. അപ്പം നമ്മൾ പറയുന്നതിനപ്പുറം എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സ് ഇടുക. അതെല്ലാം വാങ്ങിക്കാൻ പോകുന്നവർക്ക് ഉറപ്പായിട്ട് അത് ഉപകാരപ്പെടും. അപ്പോൾ നമ്മുടെ വണ്ടിയിലേക്ക് വരുമ്പോൾ ഞാൻ കണ്ടതും ഇഷ്ടപ്പെട്ട കുറേ കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, ഒരു വണ്ടിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക, നമ്മൾ പ്രൈസ് സെഗ്മെൻറ്റ് 1,19,000 ആ പ്രൈസ് സെഗ്മെൻറ്റ് ഒരു ഫുൾ ഓപ്ഷൻ വണ്ടി. 1,19,000 നമുക്ക് മുടക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 31 ലിറ്റർ ബൂട്ട് സ്പേസ് എന്ന് വെച്ചാൽ ഒരു 10 കിലോയുടെ ചാക്ക് വേണമെങ്കിലും കുത്തി കയറ്റാൻ പറ്റും. അത്യാവശ്യം ഫ്രണ്ട്ലി സ്പേസ് ഉണ്ട്. ഒത്തിരി ഇഷ്ടപ്പെട്ട മെറ്റൽ ബോഡിയാണ്. അതുപോലെ 12 ഇഞ്ചിൻ്റെ വീൽസ്, അതായത് ഫ്രണ്ടിലാണെങ്കിലും ബാക്കിലാണെങ്കിലും 12 ഇഞ്ചിൻ്റെ വീൽസ്, അതുപോലെ അലോയ് വീല്, ഡിസ്ക് ബ്രേക്ക്, എന്തിനും പറയും. നമ്മുടെ ആ ഒരു മീറ്ററിലേക്ക് വരുമ്പോഴാണെങ്കിലും നല്ല അടിപൊളി ഒരു മീറ്റർ. നമ്മുടെ മീറ്ററിലേക്ക് വരുമ്പോൾ അത്യാവശ്യം ഓപ്ഷൻസ് എല്ലാം ഉള്ള മീറ്ററാണ്. കാരണം വെച്ചാൽ കോൾസ് വന്നറിയാം, നാവിഗേഷൻ അറിയാം, അതുപോലെ ഡിസ്റ്റൻസ് ടു MT, ആവറേജ് മൈലേജ്, അങ്ങനെയുള്ള അത്യാവശ്യം കാര്യങ്ങളെല്ലാം അറിയാവുന്ന ഒരു വണ്ടി. അത് സർവീസിൻ്റെ ടൈം, ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അതിനെല്ലാം ഉൾപ്പെടെ ഒരു 65 റേഞ്ച്, ഏകദേശം ഒരു 60-നടുത്ത് നമുക്ക് മൈലേജ് കിട്ടുന്ന വണ്ടി, വലിയ മൈൻ്റനൻസ് ഇല്ലാത്ത വണ്ടി, 113 cc സെഗ്മെൻറ്റ് വരുന്ന വണ്ടിയാണ്. അതുപോലെ നമ്മുടെ ജൂപ്പിറ്റർ ഹസാർഡ് ലാമ്പ് വരുന്നുണ്ട്. അതുപോലെ ഇൻഡിക്കേറ്ററാണ്. നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞിട്ട് തന്നെ 7 സെക്കൻഡ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഓഫ് ആകും. എക്സ്ട്രാ നെക്കാന പരിപാടിയൊന്നും വേണ്ട. ഒരു നല്ല വണ്ടി. ഇത് നമ്മുടെ ജൂപ്പിറ്റർ 110 cc സെഗ്മെൻറ്റിലാണ് മത്സരിക്കുന്നതെങ്കിൽ ഇവൻ ശരിക്കും 113 cc വണ്ടിയാണ്. ഈ വണ്ടിയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഗ്രാഫിക്സ് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു രൂപമാണ് ഈ വണ്ടിയുടെ. നല്ല ഭംഗിയാണ്. അതുപോലെ ഹെഡ് ലാമ്പ് വരുമ്പോൾ LED ലാമ്പാണ്. താഴെ ഒരു ഇൻഫിനിറ്റി ഇൻഫിനിറ്റി ലൈറ്റ് ബാർ വരുന്നുണ്ട്. അതുപോലെ നല്ല ഫിനിഷിംഗ് ഉള്ള ബോഡി. പിന്നെ നമുക്ക് ഓടിക്കാനുള്ള ടെലിസ്കോപ്പിക് സസ്പെൻഷൻ വരുന്ന മോഡൽസാണ്. നല്ല ഹാൻഡ്ലിംഗ് ആണ്. അതുപോലെ തന്നെ വണ്ടി ബോഡി ബാലൻസ്, ഓട്ടോമാറ്റിക് നമ്മൾ ബോഡി ബാലൻസിങ് ഒക്കെ ഉള്ള വണ്ടിയാണ്. കുറേ ഫീച്ചറുകളുള്ള വണ്ടിയാണ്. നമുക്ക് കൊണ്ടു നടക്കാൻ, നമുക്ക് അത്യാവശ്യം ഒരു മോശം റോഡിലാണെങ്കിലും നല്ല റോഡിലാണെങ്കിലും നമുക്ക് ഡെയിലി യൂസിനാണെങ്കിലും ഇനിയില്ല റഫ് യൂസിനാണൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു മോഡൽസാണ്. അതുപോലെ നമ്മുടെ ജൂപ്പിറ്റർ വരുമ്പോൾ സൈലൻറ്റ് സ്റ്റാർട്ടാണ്. സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേനും ഭയങ്കര ബഹളോ അലമ്പോ ഒന്നുമില്ല, നിശബ്ദമായിട്ട് സ്റ്റാർട്ടാകുന്ന വണ്ടിയാണ്. അതുപോലെ നമ്മുടെ ജൂപ്പിറ്റർ എക്സസിൽ നമ്മുടെ മൊബൈൽ ഫോൺ കണക്ട് ചെയ്യാവുന്ന വണ്ടിയാണ്. കോൾ വന്ന കാര്യങ്ങളെല്ലാം അറിയാവുന്ന തന്നെയാണ്. അതുപോലെ നമ്മുടെ ഈ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ അത്യാവശ്യം ഒരു സ്പേസ് ഉണ്ട്. അതുപോലെ മൊബൈൽ ചാർജറുണ്ട്. ഇതിന് താഴെ ഡ്രം ബ്രേക്ക് വരുന്നൊരു മോഡലുണ്ട്. പിന്നെ അതിനെല്ലാം ഉപരി നിങ്ങളുടെ വലിയ എമൗണ്ട് ഒന്നും ഇല്ലെങ്കിൽ ഒരു ബേസ് മോഡൽ വണ്ടിയാണ് നോക്കുന്നെങ്കിൽ ഏകദേശം 1,04,000 രൂപയ്ക്ക് സെയിം CC എഞ്ചിൻ കിട്ടുന്ന വണ്ടി കിട്ടി. ഇതേ സ്പേസും അത് വെച്ചാൽ സ്പെക്ക് ഇത്രയും കിട്ടത്തില്ലേ പോലും എഞ്ചിന്, അതുപോലെ സ്പേസ് കാര്യങ്ങൾ ഓടിക്കാനല്ല ഇതുപോലെ തന്നെ സ്മൂത്ത് കിട്ടുന്നൊരു വണ്ടി. 1,04,000 ഇതിൻ്റെ ഏറ്റവും ബേസ് മോഡൽ അവൈലബിൾ ആണ്. ഇതുപോലെ തന്നെ ഒരുപാട് നല്ല വണ്ടികളുണ്ട്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ജൂപ്പിറ്റർ കൊണ്ടുവരുന്നത്. നമുക്കൊരു ആ ഒരു പ്രൈസ് റേഞ്ചിലുള്ള ഫീച്ചേഴ്സ് എല്ലാം ഉള്ളൊരു വണ്ടിയാണ്. അതുപോലെ തന്നെ വണ്ടിയുടെ വാറണ്ടിയെക്കുറിച്ച് പറയുമ്പോൾ 5 വർഷം ഇല്ല 50,000 കിലോമീറ്റർ കിട്ടും. അതുപോലെ സർവീസ് 750, 6,000, 12,000, അല്ലെങ്കിൽ 1 മാസം, 6 മാസം, 12 മാസം, അങ്ങനെയൊക്കെ പോകുന്ന എല്ലായിടത്തും ചെറിയ ഉള്ള ഏരിയയിൽ പോലെ സർവീസ് സെൻ്റർ ഉണ്ട്. ഞാൻ പറഞ്ഞ എല്ലാത്തിനും ഉപരി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യും. ഇപ്പം നമുക്കറിയാവുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പം നമ്മളുടെ ലൊക്കേഷൻ ശരിക്കും കോട്ടയം ജില്ല പാലായിലാണ്. ഈ വണ്ടി നമുക്ക് റിവ്യൂ ചെയ്യാൻ തന്നെ നമ്മുടെ സ്വന്തം കോട്ടയം മോട്ടോഴ്സിൻ്റെ ഇരാറ്റുപേട്ട ഷോറൂമാണ്. അവരുടെ നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും നമ്മൾ പറഞ്ഞതിനപ്പുറത്തേക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാണ്ടെങ്കിൽ ഉറപ്പായിട്ട് ആ നമ്പർ വിളിക്കുക. ഉറപ്പായിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഒരുപാട് സന്തോഷം. നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം.